എക്സാം വിന്നർ ഫാമിലി മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നമ്മൾ മോഡൽ എക്സാമിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു മോഡൽ എക്സാം കഴിഞ്ഞു. ഇനി അടുത്ത പോകാൻ പോകുന്ന സ്ഥലം ഏതാ മക്കളെ? നമ്മുടെ സ്വന്തം പബ്ലിക് എക്സാം പബ്ലിക് എക്സാമിലേക്ക് പോകാൻ പോവാണ്. സമയം എടുക്കാറായി ഓക്കെ. ഈ മോഡൽ എക്സാം വെറും ഒരു ട്രെയിലർ മാത്രം. ഇനി നമ്മൾ പോകാൻ പോകുന്നത് പബ്ലിക് എക്സാമിലേക്കാണ് മക്കളെ. എന്തോ ആയിക്കോട്ടെ, മോഡൽ എക്സാം ബുദ്ധിമുട്ടോ ഈസിയോ അതിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല, എന്തോ ആയിക്കോട്ടെ, അതൊന്നും നമ്മളെ വിഷയമേ അല്ല. അത് വെച്ച് നമ്മൾ പബ്ലിക്കിന് കലക്കാൻ പോവാം. ഓക്കെ, കലക്കി മറിക്കാൻ പോവാണ് പബ്ലിക് എക്സാമിന്. ഓക്കെ, അപ്പോൾ പബ്ലിക് എക്സാമിന് കെമിസ്ട്രിയിലേക്ക് കുറച്ച് നെയ്മഡ് റിയാക്ഷൻസ് ഉണ്ട് നമുക്ക് ഇഷ്ടംപോലെ. ഓർഗാനിക് ചാപ്റ്ററിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയാണ്, വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഒരുപാട് നെയ്മഡ് റിയാക്ഷൻസ് ഉണ്ട്. ആ നെയ്മഡ് റിയാക്ഷനൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്ത് തരാൻ പോവാം. കോഡുകളും ട്രിക്കുകളും മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മറക്കാത്ത രീതിയിലാക്കി തരാൻ പോവാം. ഓക്കെ, ഇത് നമ്മുടെ പാർട്ട് 1 വീഡിയോ ആണ്. ഇതെല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ പാർട്ട് 2 എല്ലാ നെയ്മഡ് റിയാക്ഷനും പാർട്ട് 2, ഒരു പാർട്ട് 3 മാക്സിമം കുറച്ച് മിനിറ്റുകൾ മാത്രമുള്ള ഒരു പാർട്ട് 3 വീഡിയോ. ഇത് കണ്ടു കഴിഞ്ഞാൽ മക്കളെ നെയ്മഡ് റിയാക്ഷൻ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇത് ചെയ്യാൻ പറ്റും. എൻ്റെ ഉറപ്പാണ്, 100% ഷുവറാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് ഈ വീഡിയോ കേട്ടിരുന്നാൽ മാത്രം മതി. നിങ്ങൾക്ക് പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാക്കി തന്ന് നിങ്ങളെ മനസ്സിനുള്ളിൽ എത്തിച്ചേരും. അതാണ് എൻ്റെ ഡ്യൂട്ടി. സെറ്റല്ലേ? നാല് സെറ്റിമസ് ആയല്ലേ മക്കളെ? എന്നാൽ തുടങ്ങല്ലേ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊത്തം 6 റിയാക്ഷൻസ് ആണ്. 6 നെയ്മഡ് റിയാക്ഷൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടും അതുപോലെ തന്നെ പഠിക്കാൻ ബുദ്ധിമുട്ടുമായിട്ടുള്ള 6 നെയ്മഡ് റിയാക്ഷൻ. അതിൽ ഫസ്റ്റ് അത് ഫിംഗൽസ്റ്റെയിനും സ്വാർട്സുമാണ്. അത് ഹലോ ആൽക്കെയിൻസിൻ്റെ പ്രിപ്പറേഷനിൽ വരുന്നതാണ്. എന്ത് ഹലോ ആൽക്കെയിൻസ് എന്നൊക്കെ അറിയാമല്ലോ അല്ലേ? R ഗ്രൂപ്പും അതിൻ്റെ ഒപ്പം എക്സും ഒരു ആലജനും വരുന്നു. ആരൊക്കെ ആലജൻസ്? അയ്യോ ബ്രോ, ക്ലോസറ്റിലെ ഫ്ലൂയിഡിൽ വീണു അയ്യോ ബ്രോ, ക്ലോസറ്റിലെ ഫ്ലൂയിഡിൽ വീണു. ഇതല്ലേ മക്കളെ ആലജൻസ്? R എന്ന് പറഞ്ഞാൽ CH3 CH2 ഏതെങ്കിലും ഒരു ആൽക്കിൻ ഗ്രൂപ്പ് വരിക, അതിൻ്റെ ഒപ്പം എന്തും കൂടി വരുന്നു. ഇതിൽ ആരെങ്കിലും ഒരാൾ ക്ലോറിനോ ബ്രോമിനോ ആരെങ്കിലും ഒക്കെ വരുന്നു. ഇതിനെയാണ് നമ്മൾ ഹലോ ആൽക്കെയിൻസ് എന്ന് പറയുന്നത്. ഇതൊക്കെ അറിയുന്നതാവും. നെക്സ്റ്റ് അതിൻ്റെ 2 പ്രിപ്പറേഷനാണ് ഫിംഗൽസ്റ്റെയിനും സ്വാർട്സും. അതിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ ഫിനോൾ എന്താണെന്ന് അറിയാലോ? ബെൻസീൻ റിങ്ങിൽ OH വരുന്നു. ഈ ചെങ്ങായിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടി, 2 കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഫിനോൾ എടുത്തിട്ട് അവൻ്റെയൊക്കെ സ്വഭാവം മറ്റുള്ളവരുമായിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ആ 2 റിയാക്ഷനാണ് കോഡ്സും റേമർ ടൈമറും. ജസ്റ്റ് ഞാൻ ആ ഓർഡറിലല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർഡർ ആക്കി തരാം കേട്ടോ. നെക്സ്റ്റ് ഗാബ്രിയൽ താൽമേർ സിന്തസിസും ഓഫ്മാനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും അമീൻസിൻ്റെ പ്രിപ്പറേഷനാണ്. അമീൻസ് എന്ന് പറഞ്ഞാൽ ആരാണ്? NH2 ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്ന ആളുകളാണ് അമീൻസ്. ഓക്കെ സെറ്റ്. NH2 മാത്രമല്ല കേട്ടോ, N-ഉം NH2 6 ഗ്രൂപ്പ് വരും അല്ലേ? NH3 ഓരോ ഇത് പോയിട്ട് 6 ഗ്രൂപ്പുകൾ വരും. അതാണ് NH2 എന്ന് പറഞ്ഞാൽ അമീൻസ് എന്ന് പറഞ്ഞാൽ. സെറ്റാണ്. ഇവരെ ഈ 6 ഈ വീഡിയോ കഴിയുമ്പോഴേക്കും മക്കളെ ഞാൻ ഷുവറായിട്ട് പറയുന്നു, നിങ്ങൾ ഒരിക്കലും ഈ റിയാക്ഷൻ ഇനി മറക്കില്ല. ഈ റിയാക്ഷൻ ഒന്നും നിങ്ങൾ ഇനി മറക്കത്തേ ഇല്ല. എൻ്റെ വാക്ക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്കത് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ അടിയിൽ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, എല്ലാവരിലേക്കും എത്തിക്കും മക്കളെ. നിങ്ങളൊരു റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള നിങ്ങളുടെ കമൻസും ലൈക്കും ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്കൊക്കെ എത്തിക്കുക. ഓക്കെ, നമുക്ക് തുടങ്ങൽ ഫിംഗൽസ്റ്റെയിൻ. ആദ്യം ഞാൻ ഈ ഫിംഗൽസ്റ്റെയിനിൻ്റെ റിയാക്ഷൻ ജസ്റ്റ് ഒന്ന് എഴുതാം. എന്താണ് നമ്മൾ ആദ്യം എടുക്കുന്ന മക്കളെ ഒരു ആൽക്കെയിൻ തന്നെയാണ്, ഒരു അലോ ആൽക്കെയിൻ തന്നെയാണ്. ഇപ്പോൾ RX എന്ന് പറഞ്ഞ സാധനം തന്നെ എടുക്കുന്നു. അല്ലെങ്കിൽ വേറെ എക്സിന് പകരം നമുക്ക് വേറെ ഏതെങ്കിലും ആൽക്കെയിൻസ് കൊടുക്കാം. ആൽക്കെയിൻസ് എന്ന് പറയുമ്പോൾ വല്ല ക്ലോറിനോ ബ്രോമിനോ അയഡിനോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ക്ലോറിൻ കൊടുത്തു, Rന് പകരം CH3 കൊടുത്തു നോക്കുന്നാൽ Rന് പകരം CH3. അല്ലെങ്കിൽ കോമൺ ആയിട്ട് എഴുതാട്ടോ. കോമൺ ആയിട്ട് ഞാൻ എഴുതാൻ പോവാണ് എന്താണ്? RX. ഇതാണ് ഹലോ ആൽക്കെയിൻ എന്ന് പറഞ്ഞ സാധനം, അല്ലെങ്കിൽ ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറഞ്ഞ സാധനം. എങ്ങനെ വേണമെങ്കിലും പറയാം. ഹലോ ആൽക്കെയിൻ എന്ന് പറയാം, ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയാം. ഇതിനെ നമ്മൾ ഏതുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്? നമ്മുടെ സ്വന്തം സോഡിയം അയഡൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. സോഡിയത്തിനൊരു പ്രത്യേകത ഉണ്ട് മക്കളെ. സോഡിയം എപ്പോഴൊക്കെ ആലോചന കണ്ടുമുട്ടിയാലും അവർ ഒളിച്ചോടും.
അവർ തമ്മിൽ എന്തുണ്ട്, അവർ തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. സോഡിയം എപ്പോഴൊക്കെ ഹാലജൻ കണ്ടാലും ഒളിച്ചോടുന്നു, സോഡിയവും ഹാലജനും ഒളിച്ചോടി, ബാക്കി സോഡിയം ഹാലൈഡ് പോയി, ബാക്കിയുള്ള ഈ ഐയില്ലേ. അപ്പോൾ ഇവൻ പറയും ഞാൻ പൊട്ടനാ ഞാനിവിടെ അറ്റയ്ക്കല്ലേ, ഇവിടെ ആരും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനില്ലേ ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ഈ ചെങ്ങായി ഇവിടെ വന്ന് നിൽക്കും. അപ്പോൾ RI ഉണ്ടാവും കേട്ടോ. NaI ചേർത്ത് കഴിഞ്ഞാൽ XNaൻ്റെ ഒപ്പം പോകുന്നതാവും. ഈ 6 പകരം നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അതാ എക്സാമ്പിൾ ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക. 6 പകരം CH3 CH2 കൊടുത്തു, Xന് പകരം എന്ത് ചെയ്തു, ക്ലോറിനോ ബ്രോമിനോ ഏതെങ്കിലും ഒന്ന് കൊടുത്തു, I അല്ലാത്ത വേറെ ഏതെങ്കിലും ഒന്ന് കൊടുത്തു. എന്നിട്ടോ എന്താ സംഭവിക്കുക, NaI ചേർത്ത് എന്താ സംഭവിക്കുക, സോഡിയവും ക്ലോറിനും NaCl ആയിട്ട് പോകും. ബാക്കിയുള്ള ഈ I ഇവിടെ വന്നിരിക്കപ്പോൾ എന്താണ് പ്രൊഡക്റ്റ്, CH3 CH2 I. സെറ്റാണ്. ഇതിൻ്റെ പേരെന്താ അറിയാം മക്കളെ, രണ്ട് രീതിയിൽ പറയാം. ഇത് ഹാലജൻ ഹലോ ആൽക്കേ എന്നല്ല പറയാം. ഹലോയ്ക്ക് പകരം നമുക്ക് ക്ലോറോ എന്ന് കൊടുക്കാം, ക്ലോറോ. ആൽക്കേന് പകരം എന്താണ്, മെത്ത് എത്തല്ലേ, ഈതേൻ, ക്ലോറോ ഈതേനാണിത്. അല്ലെങ്കിൽ തിരിച്ചും പറയാം, ഈതൈൽ, ഇത് തന്നെ വയ്യലിട്ട് കൊടുക്കുക, എന്നിട്ട് എന്താ, ക്ലോറൈഡ് ഇങ്ങനെയും പറയാം കേട്ടോ. രണ്ട് രീതിയിലും പറയാം, ക്ലോറോ ഈതേൻ എന്ന് പറയാം, ഈതൈൽ ക്ലോറൈഡ് എന്ന് പറയാം. പേരുകളൊക്കെ നെയിമിംഗ് ഒക്കെ നിങ്ങൾ സെറ്റാക്കിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമ്മുടെ കോഡിലേക്ക് വരാം. നമ്മൾ പണ്ട് ഫിംഗർ വെച്ചിട്ട് നായനുണ്ടാക്കിയിരുന്നു, ഫിംഗറിനെ വെച്ചിട്ട് നമ്മൾ നായനുണ്ടാക്കും, നായി. ഫിംഗറിനെ വെച്ചിട്ട് നമ്മൾ നായിനുണ്ടാക്കിയത് ഓർമ്മയുണ്ടോ? നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ മക്കളെ? ഞങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട്, നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ നായയുടെ ഫിംഗർ എന്ന് ആലോചിച്ചാൽ മതി. നായയുടെ ഫിംഗർ കണ്ടോ, നായയുടെ ഫിംഗർ എന്ന് ആലോചിച്ചാൽ മതി. കണ്ടോ, നായയുടെ ഫിംഗറിൽ കറ, സ്റ്റെയിൻ എന്ന് ആലോചിച്ചാലും മതി. നായയുടെ ഫിംഗറിൽ കറ, അപ്പോൾ ഫിംഗർ സ്റ്റെയിനിൽ നായ്. മക്കളെ നമ്മളൊന്നും നോക്കുന്നില്ല കേട്ടോ. നമ്മൾ ഏത് വഴി വേണമെങ്കിലും സ്വീകരിക്കും. നമ്മൾ ഗാന്ധിജി ഒന്നും ആവണില്ല. നമ്മൾ ഏത് വളഞ്ഞ വഴി വേണമെങ്കിലും സ്വീകരിക്കും. എന്തിനു വേണ്ടി? നിങ്ങൾക്ക് വേണ്ടതൊരു മാർക്കാ, അതിന് വേണ്ടി ഏത് വഴി വേണമെങ്കിലും ഞാൻ സ്വീകരിക്കും, ഒരു പ്രാന്തനെ പോലെ. ഓക്കെ, അപ്പോൾ ഇതാണ് സാധനം കേട്ടോ. അപ്പോൾ NaI ഫിംഗർ സ്റ്റെയിൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഓർത്ത് വെച്ചോ, NaI നായ അല്ലേ, നായ. എന്ത് ചെയ്യുന്നു, NAയും Xും പോകുന്നു, NaX പോകുന്നു, ബാക്കിയുള്ള ഈ R-ൻ്റെ ഒപ്പം വന്ന് നിൽക്കുന്നു, RI ആവുന്നു. അയഡോ ആയിട്ടുള്ള ആളുണ്ടാവുന്നു അല്ലേ, ആൽക്കൈൽ അയോഡൈഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവുന്നു. ഇതാണ് ആൽക്കൈൽ അയോഡൈഡ് കേട്ടോ. ആൽക്കൈൽ അയോഡൈഡ്, ആൽക്കിന് പകരം ഇവിടെ എത്ര കാർബൺ ഉണ്ടാവും ചേർത്ത് വെക്കാൻ പറ്റും, ഒരു കാർബൺ അല്ലെങ്കിൽ മീഥൈൽ അയോഡൈഡ്. ഇവിടെ 2 കാർബൺ ആണെങ്കിൽ എന്തായിരിക്കും, ഈഥൈൽ അയോഡൈഡ്. അങ്ങനെ വരും. സെറ്റാണ്. ഈ റിയാക്ഷൻ മറക്കില്ല നിങ്ങൾ, ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കഴിഞ്ഞു കേട്ടോ മക്കളെ. ഒന്നാമത്തെ റിയാക്ഷൻ, നെയിംഡ് റിയാക്ഷൻ നമ്മൾ പക്കയായി കഴിഞ്ഞു, ഒരിക്കലും മറക്കില്ല. മോഡൽ എക്സാമിനൊക്കെ ഉണ്ടെന്ന് ഈ ഭാഗത്ത് നിന്ന് ചോദ്യം അല്ലേ. നെക്സ്റ്റ് സ്വാർട്സ് റിയാക്ഷനാണ്. അടുത്തതേപോലെ തന്നെ അലോ ആൽക്കീൻസിൻ്റെ അടുത്തൊരു പ്രിപ്പറേഷനാണ് സ്വാർട്സ് റിയാക്ഷൻ. എന്താണെന്ന് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോ. ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത അതേ RX എടുക്കുന്നു. Xന് പകരം CLോ BRോ ഏതും വരാം മക്കളെ. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചേർത്തത് NaI നായല്ലേ. ഇവിടെ നമ്മൾ ചേർക്കാൻ പോകുന്നത് AgF. നേരത്തെ സംഭവത്തിന്റെ പോലെ തന്നെ ഇവിടെ AG എന്ത് ചെയ്യുന്നു, അവിടെ Na ആണ് Xനെ കൊണ്ടുപോയതെങ്കിൽ ഇവിടെ AG Xനെ കൊണ്ടുപോകും, AgX. ബാക്കിയുള്ള F ഇവിടെ കയറിയിരിക്കും, RF ആവും. അവിടെ അയഡിനുള്ള അലോ ആൽക്കേൻസ് ആണ്, അല്ലെങ്കിൽ അയഡോ ആൽക്കേൻ ആണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ആൽക്കൈൽ അയഡോയിഡ് ആണ് അവിടെ ഉണ്ടാക്കിയെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്നത് ആൽക്കൈൽ ഫ്ലൂറൈഡ് ആയിരിക്കും കേട്ടോ. അത്ര വ്യത്യാസമുള്ളൂ. ഫ്ലൂറൈഡ് AgFൽ F അല്ലേ, അപ്പോൾ ഫ്ലൂറിന് വരും അവിടെ, അപ്പോൾ ഫ്ലൂറൈഡ് ഉണ്ടാവുക. ഇനി NaIൽ എന്താണ്, I അല്ലേ, അപ്പോൾ അയഡൈഡാ വരിക. സെറ്റ്. നമ്മൾ ആലോചിക്കുക, നമ്മുടെ KGF എന്ന് പറഞ്ഞ സിനിമയിൽ മക്കളെ, KGF 1 ലാസ്റ്റ് ഒരു സീനുണ്ട്. എൻ്റെ മോനെ എന്താണ്, മറ്റേ വാളും കൊണ്ട് മറ്റേ വരെ എന്തോ ഒരു പേര്, ആ ചെങ്ങായിനെ അങ്ങോട്ട് വെട്ടിയിട്ട് ആ വാളും തിരിച്ചിങ്ങനെ നിർത്തണ്ട് മക്കളെ. അതന്നെ, കയ്യിൽ വാള് കണ്ടോ, വാള് സ്വാഡ് അല്ലേ. സ്പെല്ലിംഗ് ഒന്നും നിങ്ങൾ നോക്കരുത്. സ്വാഡ്, ആ ഒരു ഇത് വന്നല്ലോ, ആ ഒരു ടോൺ വന്നല്ലോ, വാളിൻ്റെ ഇംഗ്ലീഷിൻ്റെ ഒരു ടോൺ വന്നല്ലോ, അത് മതി, സ്വാഡ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അപ്പോൾ AgF ആണ് കേട്ടോ. അത് ജസ്റ്റ് നമ്മളെ പേരൊന്ന് മാറ്റി കൊടുക്കുക, ചെറുതായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പേരൊന്ന് മാറ്റി കൊടുക്കുന്നു. KGF ആണ്, മഞ്ഞയാണല്ലോ ഇവിടെ. KGF മാറ്റി നമ്മൾ എന്താക്കുന്നു, AgF. കാണുന്നില്ലേ, ബ്ലാക്ക് കൊണ്ട് ചെയ്താൽ അപ്പോൾ കാണും. AgF. AgF. F അവിടുത്തെ X പോകുന്നു, F കയറുന്നു, X പോകുന്നു, F കയറുന്നു. ക്ലോറിനാവാം, ബ്രോമിനാവാം, ഏതും ആവാം കേട്ടോ. ആ പോകുന്നത് ആരും ആവാം, ക്ലോറിനാവാം, ബ്രോമിനാവാം. കണ്ടോ,
മക്കളെ സെറ്റായോ കണ്ടോ എക്സ് പോയി, ആരപ്പം പോയി, എക്സ് ആരെ കൂടെ പോയി, എ ജിയുടെ കൂടെ പോയി, എ ജി എക്സ്, ബാക്കിയുള്ള എഫ് ഇവിടെ കൊണ്ടിരുന്നു. ഞാൻ ആരേട്ടാ, നിനക്ക് ഞാൻ ഉണ്ട് മുത്തേന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, അവരങ്ങോട്ട് കയറിയിരുന്നു, സെറ്റായി. ഓക്കെ 2 റിയാക്ഷൻ മക്കളെ. ഞാൻ ചോദിക്കുന്ന ഹലോ ആൽക്കെയിൻസിലെ 2 റിയാക്ഷൻ ഇനി മരിച്ചാലും മറക്കില്ല. അങ്ങനെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ആക്കി നിങ്ങളിത് കേട്ടിരുന്നാൽ നിങ്ങൾക്ക് സെറ്റായിരിക്കും. പെർഫെക്റ്റ് ഓക്കെ പക്ക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഫിനോളിൻ്റെ 2 റിയാക്ഷൻ. എപ്പോഴും മക്കളെ എപ്പോഴും പ്രശ്നമായിട്ടുള്ള 2 റിയാക്ഷൻ, വലിയ റിയാക്ഷനാണ്, ഒരുപാടുള്ള റിയാക്ഷനാണ് ഈ കോൾബ്സും റെയ്മർടൈമനും. ചോദിച്ചു കഴിഞ്ഞാൽ 3 മാർക്ക് ഉറപ്പാണ്. പക്ഷെ ചോദിക്കുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടണം ആ റിയാക്ഷൻ, എഴുതാൻ കിട്ടണം. അതാണ് സാധനം കേട്ടോ. ആദ്യം ഞാൻ ആ റിയാക്ഷൻ ഒന്ന് പറയാം. ആദ്യം നമുക്ക് റെയ്മർടൈമർ തുടങ്ങാം അല്ലേ. റെയ്മർടൈമർ അല്ല, നമുക്ക് കോൾബ്സ് തുടങ്ങാം. കോൾബ്സ് ആദ്യം പറയാം. ഞാൻ കോൾബ്സ് റിയാക്ഷൻ ആദ്യം ഒന്ന് എഴുതാൻ പോവാം. ആ കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആക്കി തരാൻ പോകും. എന്നിട്ട് അതിൻ്റെ കോഡൊക്കെ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സാധനം തിരിഞ്ഞ് നോക്കേണ്ട പഠിച്ചിട്ടുണ്ടാവും കേട്ടോ. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഫീനോൾ എടുക്കുന്നു. എന്താ ഫീനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻസീൻ റിങ്ങിൽ OH ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്നതിനെയാണ് നമ്മൾ ഫീനോൾ എന്ന് പറയാം. ബെൻസീൻ റിങ്ങിൽ OH കുറച്ച് അടിക്കാക്കണം മക്കളെ. ഇത് ആകെപ്പാളി, 1 മിനിറ്റ്. ബെൻസീൻ റിങ്ങിൽ എന്ത് ചെയ്യുന്നു, OH ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക മക്കളെ, നമ്മുടെ സ്വന്തം ഫീനോൾ എന്ന് പറയാം കേട്ടോ. നമ്മുടെ സ്വന്തം ഫീനോൾ എന്ന് പറയാം. ഈ ഫീനോളിലേക്ക് ഞാൻ ആദ്യം എന്ത് ചേർക്കുന്നു, ഒരു ബേസ് ചേർക്കുന്നു, NaOH ചേർക്കാം മക്കളെ. NaOH ചേർക്കുന്നു. NaOH ഒരു ഫീനോളിലേക്ക് ചേർന്ന് കഴിഞ്ഞ് ഉറപ്പിച്ച മക്കളെ, എപ്പോഴൊക്കെ ഒരു ബേസ് നമ്മുടെ ഫീനോളിലേക്ക് ചേർന്ന് നമ്മൾ സംഭവിക്കുന്നത് എന്താ അറിയോ, ഈ OH പോയിട്ട് ഇതിൽ ONA അല്ലേ, അല്ലെങ്കിൽ ഇത് H ഉം OH ഉം പാടെ H2 ആയിട്ട് പോയിട്ട് ഈ ONA അല്ലേ ഇതിവിടെ വന്നിരിക്കുക ബെൻസീൻ്റെ അവിടെ. അപ്പം ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് എന്താ, ബെൻസീൻ ഒരു മാറ്റമല്ല, ONA. ഇതൊരു ടിപ്പാട്ടോ. എപ്പോഴൊക്കെ ഫീനോളിലേക്ക് NaOH ചേർത്താലും മക്കളെ എഴുതടാ OH ഒഴിവാക്ക് ONA എഴുത്, OH ഒഴിവാക്ക് ONA എഴുത്. സെറ്റ്. ഇനി എന്താ, ഇനി ഇതിനെങ്ങോട്ട് മാറ്റണമല്ലോ സാറേ. അപ്പോൾ ONA എങ്ങനെ OH ആക്കുക? അപ്പോൾ ഇത് ബേസ് അല്ലേ, ഇങ്ങോട്ട് ആസിഡ് ചേർത്താൽ മതി. ആസിഡ് ചേർത്ത് കഴിഞ്ഞാൽ അത് നേരെ തിരിച്ചും ഇങ്ങോട്ടാവും കേട്ടോ. അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പ് ഇതാ. ഇങ്ങോട്ട് ONA ആക്കണമെങ്കിൽ എന്ത് ചെയ്യുന്നു, NaOH ബേസ് ചേർക്കുന്നു. ഇനി നേരെ ഇങ്ങോട്ട് ആക്കണമെങ്കിൽ H+ ചേർത്താൽ മതി, ഒരു ആസിഡ് ചേർത്താൽ മതി. പ്രശ്നം തോന്നുന്നു. യെസ്, വെരി ഗുഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് തീർന്നു. ഇനി അടുത്തെന്താ ചേർക്കുന്നത്, അടുത്ത CO2 ചേർക്കുക, കാർബൺ ഡൈ ഓക്സൈഡ് ചേർക്കുക. കാർബൺ ഡൈ ഓക്സൈഡ് ചേർക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു H ഇല്ലേ മക്കളെ, ഈ ഭാഗത്ത് ഒരു H ഉണ്ട്, ഈ ഭാഗത്ത് ഒരു H ഉണ്ട്. ഈ H ഒന്ന് എണീറ്റ് കൊടുക്കും. ആർക്ക് വേണ്ടിയിട്ട്, ഈ CO2ന് വേണ്ടിയിട്ട്. എന്നിട്ട് ആ CO2 അവിടെ പോയി ഇരുന്നതിന് ശേഷം ആ H CO2ൻ്റെ മടിയിൽ അങ്ങോട്ട് കയറിയിരിക്കും അല്ലേ. മുതിർന്നവരാകുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ബസ്സിലൊക്കെ കയറുമ്പോൾ മുതിർന്നവരാ നീച്ചു കൊടുക്കുന്നത്, മുമ്പര മടിയിൽ അങ്ങോട്ട് കയറിയിരിക്കുക. അതേ പരിപാടി. അപ്പം എന്താ സംഭവിക്കുക, അപ്പം ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് എന്താ, ഇവിടെ മാറ്റമൊന്നുമില്ലേ, മുകളിൽ എന്താ ONA, ഇവിടെ മാറ്റമൊന്നുമില്ല. ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ CO വന്നില്ലേ, H പോയി CO വന്നു. എന്നിട്ട് ആ H എന്താ ചെയ്തത്, ഇതിൻ്റെ മടിയിൽ അങ്ങോട്ട് ഇരുന്നു, COH. വെരി ഗുഡ്, COH വന്നു. ഇനി നമുക്ക് ഈ ONA മാറ്റിയിട്ട് വീണ്ടും OH തന്നെ ആക്കണം. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ആ ബേസ് ചേർത്തപ്പോൾ ONA ആയെങ്കിൽ ആസിഡ് ചേർത്താൽ എന്ത് ചെയ്യും, ആസിഡ് എന്ന് പറഞ്ഞാൽ H+ അല്ലേ. ആസിഡ് ചേർത്ത് കഴിഞ്ഞാൽ എന്തായി മാറും, OH ആയി മാറും, COH. സാലിസിലിക് ആസിഡ്, ഇത് ആസിഡാണ്. അപ്പോൾ ഇത് സാലിസിലിക് ആസിഡ് വന്നു. സാലിസിലിക് ആസിഡ് ഉണ്ടായി മക്കളെ. ഇതാണ് നമ്മുടെ സ്വന്തം കോൾബ്സ് റിയാക്ഷൻ. ആദ്യം ബേസ് ചേർത്തു, അപ്പോൾ ONA ആയി, പിന്നെ CO2 ചേർത്തു, പിന്നെ എന്തായി COH ആയി, H നീ ചേർത്തു, ഓർന്നു ഇതാക്കി, പിന്നെ എന്ത് ചെയ്യുന്നു, ആസിഡ് ചേർത്തപ്പോൾ നേരെ തിരിച്ചുണ്ടായി. അപ്പോൾ ചോദിക്കും സാറേ ഇവിടെ തന്നെ COH ചേർത്തിട്ട് ഇവിടെ തന്നെ ഉണ്ടായിക്കൂടെ? പറ്റൂല. ഈ സാധനം ചേർത്ത് ഇതിനെ മാറ്റിയാലേ ഇതിലേക്ക് പിന്നെ ഈ റിയാക്ഷൻ നടക്കണമെങ്കിൽ ഇവിടെ ONA ആയിരിക്കണം, ഇവിടെ OH ആണെങ്കിൽ നടക്കില്ല. എന്തിനാ ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇവിടെ തന്നെ ചെയ്താൽ പോരത് എന്ന് തോന്നരുത് കേട്ടോ. അത് പറ്റില്ല, അങ്ങനെ റിയാക്ഷൻ പോസിബിൾ അല്ല. അതുകൊണ്ടാണ്. ഇനി നമുക്ക് പഠിച്ചു വെക്കണം മക്കളെ. നമ്മൾ എന്നും രാവിലെ നീച്ചാൽ കാണുന്നൊരു കുളമുണ്ട്. എല്ലാവരും രാവിലെ നീച്ചാൽ ഫസ്റ്റ് കാണുന്ന കുറേ കുളം, ആ കുളമാണിത്. അതിൽ നിന്ന് കോൾബ്സ് കിട്ടണേ, കുളത്തിൽ നിന്ന് കോൾബ്സ് കിട്ടണേ. ആ കുളത്തിൽ എന്നിട്ട് എന്താ കാട്ടുക, അവിടെ ഒരു ബേസ് ഉണ്ടാവില്ലേ, ആ ബേസിലാണ് നമ്മൾ ഇരിക്കുക. അവിടെ ഒരു ബേസ് ഉണ്ടാവും, ആ കുളത്തിൻ്റെ ഒരു ബേസ് ഉണ്ടാവും. അപ്പോൾ ആദ്യം ചേർക്കേണ്ടത് ബേസ്. ഏതാ ബേസ്? NaOH ബേസ്, കറയുന്നൊരു ബേസ്. പിന്നെ കുളത്തിൻ്റെ തൊട്ടിപ്പുറത്തൊരു ഫീനോൾ ഇരിക്കുന്നുണ്ടാവും. പെനോയിലോ അങ്ങനെ എന്തെങ്കിലും കുളത്തിൻ്റെ അടുത്തായിട്ടാവും അത് സ്ഥിതി ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ആർപ്പിക്കോ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ ഫീനോൾ അല്ലേ, അപ്പോൾ ഫീനോൾ എന്നുള്ള റിയാക്ഷനാ. അപ്പോൾ ഫീനോളാ മക്കളെ, ഫീനോളാ OH.
എന്നിട്ട് അതിലേക്ക് ആദ്യം ബേസ് ചേർക്കുന്നു. ബേസ് ചേർക്കുമ്പോൾ എന്താ പിന്നെ സംഭവിക്കുക? പിന്നെ റിയാക്ഷനൊക്കെ നമുക്കറിയാം. റിയാക്ഷനൊക്കെ എന്താ? ബേസ് ചേർത്താൽ ONA. പിന്നെ എന്ത് ചെയ്യുന്നു? പിന്നെ അതിലേക്ക് ആ ബേസിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു കാറ്റ, പിന്നെ ഒരു സ്മെല്ലാ മക്കളെ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ലോജിക്ക് ഒന്നും നോക്കണ്ട, നിങ്ങൾ ഒന്നും വിചാരിക്കേണ്ട. നമ്മൾ ഈ ഒരു സംഭവത്തൊക്കെ മറന്ന് നമ്മളെ എക്സാമിന് വേണ്ടി പക്കയാക്കാൻ പോവുക. ഏത് കോഡായാലും, എത്ര വലിയ കോഡായാലും, എത്ര ചെറിയ കോഡായാലും നമുക്കത് ഉപകാരപ്പെടുന്നുണ്ട്, അത് മാത്രം നോക്കിയാൽ മതി. അപ്പം അതിൻ്റെ ലോജിക്കും അതിൻ്റെ എന്താ പറയുക ശുദ്ധിയൊന്നും നോക്കിയിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പോകേണ്ട ആവശ്യമില്ല മക്കളെ. അപ്പോൾ അതിലേക്കൊരു കാറ്റെന്താ? CO2, കാർബൺ ഡൈ ഓക്സൈഡ്. സെറ്റ്. കാർബൺ ഡൈ ഓക്സൈഡ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക? ഇവിടുന്ന് ഒരു H നീച്ചു കൊടുക്കും, എന്നിട്ട് അവിടെ ആ CO എന്നിട്ട് H മടിയിലിരിക്കും അല്ലേ. സോ ONA COOH പക്ക. അടുത്തത് ഇതിക്ക് പിന്നെ അടുത്ത് വരുന്ന എന്താ? ഒരു ആസിഡാ അല്ലേ. യൂറിൻ ആസിഡ് അല്ലേ. യൂറിനൊക്കെ എന്ത് ചെയ്യുന്നു? അതിലേക്ക് വരുന്നു ആസിഡാന്ന് വിചാരിക്കുക, യൂറിൻ ആസിഡാ വിചാരിക്കുക. ഓക്കെ, എന്ത് ചെയ്യുന്നു? അപ്പം എന്ത് ചെയ്യുന്നു? ആസിഡാണ് അടുത്ത് ചേർക്കേണ്ടത്. സോ COH OH മാറും. ഇത്രയേ ഉള്ളൂ പരിപാടി. പഠിച്ചു മക്കളെ. നിങ്ങൾ ഇനി പേപ്പർ എടുത്തൊന്ന് എഴുതി നോക്കിയാൽ ഈ സാധനം കിട്ടിയിരിക്കും. 100% ഷുവറാണ്, എൻ്റെ ഷുവറാണ്. കിട്ടിയിരിക്കും അത്രയും പക്കയാക്കിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്. അടുത്തപ്പം കോഡ്സ് കഴിഞ്ഞു. ഇനി അടുത്തേതാ പോകുന്ന സ്ഥലം മക്കളെ? കോഡ്സ് റിയാക്ഷൻ്റെ ഡെഫിനേഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടോ? ജസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ സാധനം ഒരു സെൻറ്റൻസ് ആയിട്ട് പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പോൾ ഉണ്ടാവുന്നുണ്ടോ? സാലിസിലിക് ആസിഡ് കേട്ടോ, മറക്കണ്ട. സാലിസിലിക് ആസിഡ് ആണ് ഉണ്ടാവുന്നത്, അത് മറക്കണ്ട കേട്ടോ. സാലിസിലിക് ആസിഡ് ആണ് ഉണ്ടാവുന്നത്, അത് മറക്കരുത്, അത്രേ ഉള്ളൂ. സെറ്റാണ്. അടുത്തയിലേക്ക് പോവാ. അടുത്തയിലേക്ക് റെയ്മർ ടൈമർ റിയാക്ഷൻ. റെയ്മർ ടൈമർ റിയാക്ഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതേപോലെ തന്നെ മക്കളെ, ഇതേപോലെ തന്നെ ചെയ്യാൻ പോകട്ടോ. ഇതേപോലെ തന്നെ ഞാനിതൊന്ന് മാറ്റിയിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ചെയ്യുന്നതിൽ ഒരു വ്യത്യാസമില്ല, നേരത്തെ പോലെ തന്നെ ഫിനോൾ തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് അങ്ങോട്ട് പഠിച്ചു വെച്ചാൽ മതി. OH നമ്മൾ നേരത്തെ ആഡ് ചെയ്തത് ബേസ് CO2 ആസിഡ് അല്ലേ. ഇവിടെ ഒരൊറ്റ വ്യത്യാസമുള്ളൂ. ആദ്യം ബേസ് ഉണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ ഒരു CHCl3 ക്ലോറോഫോമും കൂടി ഉണ്ട്. CHCl3 ക്ലോറോഫോമും ഉണ്ട്, NaOH ബേസും ഉണ്ട്. അടുത്ത നമ്മൾ ആഡ് ചെയ്യുന്നത് വീണ്ടും ഒരു ബേസാണ്, NaOH വീണ്ടും ആഡ് ചെയ്യുന്നു. വീണ്ടും നമ്മൾ ആഡ് ചെയ്യുന്നത് ആസിഡ്, ലാസ്റ്റ് ആസിഡാണ്. ഫസ്റ്റ് ബേസും ലാസ്റ്റ് ആസിഡും അതെല്ലാത്തിലും ഉള്ളതാണ്. ഫസ്റ്റ് ബേസും ലാസ്റ്റ് ആസിഡും അതെല്ലാത്തിലും ഉള്ളതാണ്, അതിലൊരു വ്യത്യാസമില്ല. നടുക്ക് ഇവിടെ CO2 ആയിരുന്നു, ഇവിടെ ക്ലോറോഫോംസ് NaOH വരികയാണെങ്കിൽ അതെന്താണ്? റെയ്മർ ടൈമർ ആണ്. പക്ഷേ ഇവിടെ CO2 വരികയാണെങ്കിൽ അതെന്താണ്? കോൺസർ പറഞ്ഞ ഓർമ്മയാണല്ലോ, കോഡ്സ് CO2 എവിടെ വരുന്നു എന്നൊക്കെ മനസ്സിലായല്ലോ. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ NaOH കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, NaOHും ഫിനോളും കണ്ടു കഴിഞ്ഞാൽ അപ്പം എഴുതിക്കോളണം, ഒന്നും നോക്കരുത് മക്കളെ. ഇവിടെ ONA ആവും. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ആര് മാത്രമല്ല, ഇവിടെ NaOH മാത്രമല്ലേ, ഇവിടെ ആര് കിടക്കുന്നുണ്ട്? ക്ലോറോഫോമും കൂടി കിടക്കുക. ക്ലോറോഫോമിൽ ഒരു CL കണ്ടോ നിങ്ങൾ? ഇവിടെ ഈ പൊസിഷനിൽ ഓർത്തോ പൊസിഷനിലാണ് അല്ലേ, ഇവിടെ ഒരു H ഉണ്ടാവും. ഈ Hനോട് ക്ലോറിനും Hും കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടത്തിൽ HCl എന്ന് പറഞ്ഞ ഇഷ്ടം ഉണ്ടാവും അവർ തമ്മിൽ അങ്ങോട്ട് പോകും. ബാക്കിയുള്ള CHCl2 ഇല്ലേ, അത് ഇവിടെ വന്നിരിക്കും. ബാക്കിയുള്ള CH ഇതൊരു CL വന്നിട്ട് ഇതൊരു Hനെയും കൊണ്ടുപോയി ബാക്കിയുള്ള CHCl2 അവിടെ വന്നിരുന്നു. സെറ്റാണ്. ഇനി എന്താ? ഇനി വീണ്ടും NaOH നോക്കി നിങ്ങൾ. ഇതിലൊരു പ്രത്യേകത നടക്കുന്നുണ്ട്, ഇതിലൊരു സംഭവം നടക്കണം. നോക്കി നിങ്ങൾ, ഇതിലത്തെ 2 CLനെ ഒഴിവാക്കണം. അതിന് ഒരാളെ കൊണ്ടുപോകാൻ NA റെഡിയാണ്. NA കാരണം NAക്ക് CLനോട് ഇഷ്ടമുണ്ട്, അതേപോലെ തന്നെ Hനും CLനോട് ഇഷ്ടമുണ്ട്, Hനും CLനോട് ഇഷ്ടമുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ഓരോരുത്തരെ കൊണ്ടേക്കോളും. എന്നാൽ ജൊന്നിനെ കൊണ്ടേക്കോ, ബാക്കിയുള്ളവടെ കയറിയിരിക്കുക. അപ്പോൾ എന്താ പ്രൊഡക്റ്റ് വരിക മക്കളെ? പ്രൊഡക്റ്റ് വരുന്നത് എന്താ മക്കളെ? ഓക്കെ, ഇവിടെ എന്ത് വരും? ഇവിടെ ONA ഒരു വ്യത്യാസമില്ല, ഇവിടെ എന്താവും? CHO. കാരണം ഇത് CHCl2 ഒരു CL NAയും കൊണ്ടുപോയി, ഒരു CL Hും കൊണ്ടുപോയി, ബാക്കിയുള്ള അവിടെ കയറിയിരുന്നു. സെറ്റിമസാ. ഇനി എന്താ? നീ ONA മാറ്റിയിട്ട് OH ആക്കിയാൽ മോനെ. ONA മാറ്റിയിട്ട് OH ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആസിഡ് ചേർത്താൽ മതി. ഇവിടെ OH ആവും, ഇവിടെ CHO. മറ്റേത് സാലിസിലിക് ആസിഡ് ആണെങ്കിൽ ഇത് സാലിസിലിക് ആൽഡിഹൈഡ് ആണ്, അത്ര വ്യത്യാസമുള്ളൂ. സെറ്റ് മക്കളെ. ആദ്യം NaOH ചേർത്ത്, പിന്നെ ക്ലോറോഫോം ചേർത്ത്, അതേപോലെ തന്നെ NaOHും ക്ലോറോഫോമും, പിന്നെ വീണ്ടും ബേസ് ആസിഡ്. ബേസിൽ ആ ഉള്ളവരൊക്കെ 2 CLനെയും കൊണ്ടുപോകാൻ ഇവിടെ 2 ആൾക്കാരുണ്ട്, ബാക്കിയുള്ളത് അവിടെ കയറ്റിയിട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ പരിപാടി. ഇനി നമുക്ക് ഓർത്ത് വെക്കാനുള്ള കോഡ് വേണം അല്ലേ?
ഇതാ നമ്മുടെ സ്വന്തം വെട്ടെന്ന് പറഞ്ഞ സിനിമയിലെ നോക്കി ഈ ചെങ്ങായി ടൈം കെട്ടിങ്ങ് നിൽക്കുന്ന ആരത്? ജഗദീൻ്റെ പേരെന്താ മക്കളെ? പാഷ എന്നാണ് മൂപ്പര് വിളിക്കുന്നത്. പക്ഷേ വാടകക്കൊലാളി അന്തപ്പനാണ്. വാടകക്കൊലയാളി അന്തപ്പനാണ് ഈ ചെങ്ങായിലെ. വാടകക്കൊലയാളി അന്തപ്പൻ. പക്ഷേ മൂപ്പരെല്ലാവരും പറഞ്ഞ ഭാഷ എന്നാ ഭാഷ എന്നാ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് മൂപ്പർ എന്തുകൊണ്ടാണ് നടക്കുന്നത്? ഈ ചെങ്ങാനെ കൊല്ലാൻ വേണ്ടി നോക്കണല്ലോ. എന്തുകൊണ്ട്? ക്ലോറോഫോം കൊണ്ട്, CHCl3. പിന്നെ മൂപ്പരെ പേരെന്താ? ഭാഷയല്ല. അപ്പോൾ ബേസ് ഭാഷ ബേസ്. അപ്പോൾ NaOH ഫസ്റ്റ് ചേർക്കേണ്ട എന്ത് കിട്ടി? NaOH. പിന്നെ ഒരു പാത്രത്തിൽ ഫിനോളാണെന്ന് ഉറപ്പിക്കണേ. കേട്ടോ. ഫിനോളാണെന്ന് ഉറപ്പിക്കണം. CHCl3യും NaOH ഇതാണ് ഫസ്റ്റ് ചേർക്കേണ്ടത്. വീണ്ടും ഭാഷ പിന്നെ ആസിഡ്, വീണ്ടും ഭാഷ വീണ്ടും ആസിഡ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുന്നു? NaOH 2 വട്ടം NaOH പിന്നെ H+. ഇവിടെ ഒരു CHCl3 സെറ്റ്. ഫീനോൾ തന്നെയാണ് ഇവിടെ സെറ്റ്. മക്കളെ നിങ്ങളിനി മറക്കില്ല. നോക്കി നിങ്ങൾ 2 വലിയ റിയാക്ഷൻസ്, പഠിക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ള 2 റിയാക്ഷൻസ്, കോൾബ്സും റെയ്മർ ടൈമറും. ചോദിച്ചു കഴിഞ്ഞാൽ 3 മാർക്കിൻ്റെ ചോദ്യം വരുന്ന 2 റിയാക്ഷൻസാണ്. പക്കയായി കഴിഞ്ഞു. ഇനി ഫീനോളിനെ സാലിസിലിക് ആസിഡ് ആക്കാൻ കോൾബ്സ്, ആസിഡാണല്ലോ കുളത്തിൽ വരിക, അപ്പോൾ ആസിഡ് കോൾബ്സ്. സാലിസിലിക് ആൽഡിഹൈഡ് ആകാൻ റെയ്മർ ടൈമർ. അത്രയേ ഉള്ളൂ. സെറ്റ് മസാ. നെക്സ്റ്റ് അമീൻസിൻ്റെ 2 റിയാക്ഷനും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അടിയിൽ കമൻറ്റ് ചെയ്യും മക്കളെ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ? അത് മാത്രം മതി എനിക്ക്. വഴികളും ഞാൻ ചെയ്ത രീതികളൊന്നും നിങ്ങൾ നോക്കണ്ട. അതോ ലോജിക്കൊക്കെ വിട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ? നിങ്ങൾ ഈ 6 റിയാക്ഷൻ മീനിങ് എവിടെ കണ്ടാലും ആൻസർ ചെയ്തോ, അത് മതി. നമ്മളെല്ലാം ഇങ്ങനെ വെച്ച് ചെയ്യും. ഇതുപോലെ നമ്മളെല്ലാ പാർട്ട് 2 പാർട്ട് 3 2 പാർട്ടും കൂടി ഉണ്ടാവും. ഒന്ന് ആൽഡിഹൈഡ്സിന് മാത്രമായിട്ടൊരു പാർട്ടുണ്ട്. കാരണം അതിൽ കുറേ നെയിം റിയാക്ഷൻസ് ഉണ്ട്. അതൊക്കെ ഇങ്ങനത്തെ കോഡ് വെച്ച് പക്ക കോഡാക്കി നമ്മൾ സെറ്റാക്കും കേട്ടോ. ബാക്കി വെച്ചിട്ട് പിന്നെ സാൻഡിമേയേഴ്സ് എന്ന് പറഞ്ഞൊരു ഭാഗം കൂടിയിട്ട് അതും സാൻഡിമേയേഴ്സ് കുറച്ച് അങ്ങനത്തെ ഉണ്ട്. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര ലെങ്ത്തിൻ്റെ ഒരു 20 മിനിറ്റ് മാക്സിമം, അതിൻ്റെ ഒരു 3 വീഡിയോസിൽ എല്ലാ നെയിംഡ് റിയാക്ഷനും പക്കയാക്കി തരും, ഞാനാക്കി തരും. നെക്സ്റ്റ് ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ്. അമീൻസ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ്. അതിൻ്റെ ഇതൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ എനിക്ക് വേണ്ടത് അതല്ല. ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ്. താലിന്നാണ് ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പോൾ താലിമൈഡ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എൻ്റെ റിയാക്ഷൻ ഇവിടെ ഉണ്ട്. ജസ്റ്റ് ഞാൻ ആ കോഡ് വെച്ചിട്ട് തന്നെ പറയാം. കാരണം ഇത് നോക്കി ഞങ്ങൾ ഇത്രയും വലിയൊരു റിയാക്ഷങ്ങൾ നോക്കി ഞങ്ങൾ. ഈ ഒരു സാധനം 2 മിനിറ്റ് 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് സെറ്റാക്കി തരും ഞാൻ. ഈ ഒരു റിയാക്ഷൻ, ഈ ഒരു കോമ്പൗണ്ട് ഒരിക്കലും പഠിക്കാത്ത രീതിയിൽ നിങ്ങൾ ഈ റിയാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഗബ്രിയൽ താലിമൈഡ് കണ്ടു കഴിഞ്ഞാൽ ഇത് മൊത്തം നിങ്ങൾ എഴുതും. അങ്ങനെ ആക്കി തരും ഞാൻ. സെറ്റായിക്കോ. ലോജിക്ക് നോക്കരുത്, ഒന്നും നോക്കരുത്. എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ആദ്യം നമുക്ക് താലിമൈഡ് വരയ്ക്കാൻ അറിയിക്കണം. താലിമൈഡ് അതാണ് ഫസ്റ്റ് ഡ്യൂട്ടി കേട്ടോ. താലിമൈഡ് എങ്ങനെ വരയ്ക്കാം അല്ലേ? താലിമൈഡ് ഇവിടെ കേട്ടോ. നമ്മൾ കുറേ അങ്ങോട്ട് എഴുതിയിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ആ സംഭവം താലിമൈഡ്. ഇതിലൊരു താലി കണ്ടോ നിങ്ങൾ? ഇതിലൊരു താലിനെ കണ്ടോ? അപ്പോൾ താലി വരച്ചാൽ താലിമൈഡായി. താലി വരയ്ക്കടാ താലിമൈഡ്. എങ്ങനെ താലി ഒരു എന്താ താലി എന്നൊക്കെ പറയുമ്പോൾ അല്ലേ? താലി എവിടെ വരാത്ത താലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ബെൻസീൻ്റെ ലോക്കറ്റ്, ബെൻസീന് കൊണ്ട് ഉണ്ടാക്കിയ ലോക്കറ്റ്. കെമിസ്ട്രിയിലെ താലി അല്ല, ഗോൾഡിൻ്റെ താലി അല്ല കേട്ടോ. പിന്നെന്താ? മാലയല്ലേ? അപ്പോൾ 2 മുത്തുകൾ ഇതുപോലെ, ഒരു മുത്തിൻ്റെ പകുതി, ഒരു മുത്ത് മൊത്തം മുത്ത്, പിന്നെ NH വെച്ചിട്ടുള്ള കുളത്തും. അയ്യവാ താലിമൈഡ്. ഇതാ മക്കളെ താലിമൈഡ്. ഇതൊന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ താലിമൈഡായി. താലിമൈഡായി മക്കളെ, താലിമൈഡായി. ബെൻസീന് 2 മുത്തുകൾ കുളത്ത് NH. ഇതല്ലേ താലിമൈഡ്. സെറ്റാണ്. ഇതാ കണ്ടോ താലിമൈഡ് കണ്ടോ? അതാ ഇതുപോലെ ബെൻസീന് അവിടേക്ക് എന്ത് വന്നിരിക്കുന്നു? അവിടേക്ക് അതാ OH വന്നിരിക്കണ്ടോ? OH വന്നിരിക്കുന്നു. സെറ്റ് ഇതാണ്ടോ. ഇവിടെ OH വന്നിരിക്കുന്നു, ഇവിടെ OH വന്നിരിക്കുന്നു, ഇവിടെ CO, ഇവിടെ NH.
സെറ്റ്. മക്കളെ ഇതാണ്, ഇങ്ങനെ പഠിക്കണ കെമിസ്ട്രി. ഇങ്ങനെ പഠിച്ചാൽ ഏത് വലിയ കോമ്പൗണ്ടും മിനിറ്റുകൾ കൊണ്ട് നമ്മൾ തലയിലേക്ക് കയറ്റാൻ പറ്റും. അതാണ് കെമിസ്ട്രിയുടെ ഒരു പവർ എന്ന് പറഞ്ഞാൽ. അങ്ങനെ പഠിക്കുന്നതുകൊണ്ടുള്ള പവർ. ഇനി ഏത് നിങ്ങൾ കോമ്പറ്റീറ്റീവ് എക്സാമിനൊക്കെ പോകുമ്പോഴും ഈ ഒരു സ്ട്രാറ്റജി ഫോം ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരുപാട് റിപ്പീറ്റേഷൻ ഒന്നും വേണ്ട. ഒറ്റ വട്ടം പഠിച്ചാൽ തന്നെ ഈ സാധനം സെറ്റായിരിക്കും. നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഒറ്റ വട്ടം റിയാക്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഈ പിന്നെ സാധനങ്ങൾ ഒരിക്കലും മറക്കില്ല. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത് അറിയോ? നിങ്ങൾ ഞാൻ പറഞ്ഞു തരുന്ന കോഡുകൾ മാത്രം ഒത്തിച്ചാൽ മതി. ശ്രദ്ധിച്ചോ. ഗബ്രിയേൽ എന്ന് പറയുന്ന ആള് എന്ത് ചെയ്തു? താലി കെട്ടി. ആരെ? മെയ്ഡിന്. അവിടുത്തെ വീട്ടിലത്തെ മെയ്ഡിന് എന്ത് ചെയ്തു? താലി കെട്ടി. എന്നിട്ട് ഓല ഹണിമൂൺ പോവാണ്. എങ്ങോട്ടാ ഓല ഹണിമൂൺ പോകുന്നത്? നല്ല കോച്ചി പിടിക്കുന്ന സ്ഥലത്തേക്ക് ഹണിമൂൺ പോകുന്നു. നല്ല കോച്ച് പിടിക്കുന്ന ഹണിമൂൺ സ്ഥലത്തേക്ക് ഹണിമൂൺ പോകും. എങ്ങനെ? RX 100 ബൈക്കിൽ. എന്നിട്ട് അവിടെ ചെന്നിട്ടോ നാച്ചോ നാച്ചോരേ എന്ന് പറഞ്ഞിട്ട് ഡാൻസ് കളിക്കുന്നു. ഇത്രയുള്ള പരിപാടി. ആദ്യം ഗബ്രിയേൽ താലി കെട്ടി. ആരെ? മെയ്ഡിനെ. എന്നിട്ട് എങ്ങോട്ടാ പോണത്? ഹണിമൂണ്. കോച്ച് നല്ല കോച്ച് പിടിക്കുന്ന സ്ഥലത്തേക്ക്. എന്നിട്ടോ എങ്ങനെ പോണത്? RX 100. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യുന്നു? നാച്ചോ നാച്ചോരേ പറഞ്ഞിട്ട് ഡാൻസ് കളിക്കുന്നു. ഇതാണ് മക്കളെ താലിമൈഡ് സിന്തസിസ്. ഞാൻ പറഞ്ഞുതരാം, ഞാൻ എഴുതി തരാം. ഞാൻ ശ്രദ്ധിച്ചോ. ഇനി നമുക്ക് കിട്ടും. ഇനി നമുക്ക് എല്ലാം പെട്ടെന്ന് എഴുതാൻ പറ്റും. നോക്കിയതാ താലിമൈഡ് ഞാൻ വരയ്ക്കാട്ടോ. ആദ്യം ഇങ്ങനെ CO NH ഇങ്ങനെ താലിമൈഡ്. ഇതിലേക്ക് എന്ത് ചെയ്യുന്നു? ആദ്യം ചേർക്കുന്ന ഏതാ? കോച്ചി പിടിക്കുന്ന സ്ഥലത്തേക്കല്ലേ പോയത്? KOH. ഈടാ H-ഉം OH-ഉം. അപ്പോൾ ആ H-ഉം OH-ഉം കണ്ടു കഴിഞ്ഞാൽ അവിടെ H2O പുറത്തേക്ക് എലിമിനേറ്റ് ആയിട്ട് പോകും. H2O എലിമിനേറ്റ് ആയിട്ട് പോകും. ഈ ബാക്കി അറിയുള്ളത് ഈ K ഇവിടെ വന്നിരിക്കും. അപ്പോൾ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് ഒന്ന് പറഞ്ഞേ. ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് എങ്ങനെ മക്കളെ? K എന്ത് ചെയ്യും? നേരെ ഇവിടെ വന്നിരിക്കും. K ഇവിടെ വന്നിരിക്കും. അല്ലേ? K ബാക്കിയുള്ള K ഇവിടെ വന്നിരിക്കും. സോ എന്താ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് ഒന്ന് പറഞ്ഞേ. താലിമൈഡിൽ COക്കൊന്നും ഒരു മാറ്റമില്ല കേട്ടോ. CO അതുപോലെ Nലെ H പോയിട്ട് അവിടെ K വരും. അത്രേ ഉള്ളൂ. NK. H2O പോയിട്ടുണ്ട്. H2O ഇവിടെ നിന്ന് എലിമിനേറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. നെക്സ്റ്റ് അടുത്ത അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതാം കേട്ടോ മക്കളെ. ഇങ്ങനെ എഴുതാം. ഓക്കെ, അടുത്ത് ചേർക്കുന്നത് എന്താ? RX ആണ്. ഹാലജനും ആൽക്കയിലുള്ള ഒരു ആൽക്കൈൽ ഹാലൈഡ് ചേർത്തു. ഇതേ സ്ഥാനത്തേക്ക് ചേർക്കും. നോക്കി ഞാൻ ചോദിക്കട്ടെ മക്കളെ. ഇതിൽ ഈ എക്സിന് ഈ കെയോടൊരു ബന്ധം ഉണ്ടാവില്ലേ? KCl KF അങ്ങനത്തെ കുറേ സാധനങ്ങളില്ലേ? അപ്പോൾ ഇതിൽ ഈ നെഗറ്റീവുള്ള സാധനം ഇതാളും അങ്ങോട്ട് പോയിക്കോളും. ബാക്കിയുള്ള R എന്ത് ചെയ്യും? ഈ എണ്ണേൻ്റെ അടുത്ത് കയറിയിരിക്കും. അതന്നെ എല്ലാവരും നടക്കണം. ഇവിടെ OH-ഉം ലാസ്റ്റത്തെ 2 ആൾക്കാർ ഒരുമിച്ച് പോകുന്നു, ഫസ്റ്റത്തെ 2 ആൾക്കാർ ജോയിൻ ആവുന്നു. ഇവിടെ ലാസ്റ്റത്തെ 2 ആൾക്കാർ പോകുന്നു, ഫസ്റ്റത്തെ 2 ആൾക്കാർ ജോയിൻ ആവുന്നു. അപ്പോൾ എന്താ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് ഒന്ന് പറഞ്ഞേ മക്കളെ. ബെൻസീൻ റിങ് CO Nൻ്റെ കൂടെ R NR അല്ലേ? NR എന്താണ്? ബെൻസീന് 2 CO Nൻ്റെ കൂടെ R അല്ലേ? Nൻ്റെ കൂടെ R. സെറ്റ്. X-ഉം ഇതും ഇവിടെ നിന്ന് എന്താ പുറത്തേക്ക് പോകുന്നത്? KX പുറത്തേക്ക് പോകും. ഹാലജനും ഇതും പുറത്തേക്ക് പോകും. നെക്സ്റ്റ് നാച്ചോരേ 2 പേരും എന്ത് ചെയ്തു? NaOH ചേർത്തു അല്ലേ? 2 ഉണ്ട് കേട്ടോ. സത്യത്തിൽ ഇവിടെ 2 ഉണ്ട്. പക്ഷേ നിങ്ങൾ 2 എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 2 എഴുതണമെന്നില്ല. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊന്നും 2 ഇല്ല. പക്ഷെ എന്നാലും 2 ആലോചിക്കുക. ഇതിൽ നോക്കി നിങ്ങൾ 2 H ഇല്ലേ? 2 ONA-കളില്ലേ? എവിടെ എന്താ സംഭവിക്കുക അറിയോ? ഇവിടുത്തെ ഈ ബോണ്ടില്ലേ? ഈ ബോണ്ട് രണ്ടും അങ്ങോട്ട് ബ്രേക്ക് ചെയ്യും. എന്നിട്ട് എന്താ സംഭവിക്കുക? ഈ ചങ്ങായിൻ്റെ അടുത്തേക്ക് ഈ CO-ൻ്റെ അടുത്തേക്ക് ഇതത്തെ ഒരു ONA-യും ഈ CO-ൻ്റെ അടുത്തേക്ക് അടുത്ത ONA-യും വരും. ഈ 2 H-കൾ എന്ത് ചെയ്യും? ഇതത്തെ N-ൻ്റെ അടുത്തേക്കും 2 H-ഉം വരും. അപ്പോൾ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് ഒന്ന് പറഞ്ഞേ. ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് എങ്ങനെ വരിക? ഈ സാധനം CO-ൻ്റെ അടുത്തേക്ക് ആര് വരുന്നത്? ONA വരുന്നു അല്ലേ? ഇവിടെയും ONA വരുന്നു. പ്ലസ് ഇനി ആരാ ബാക്കിയുള്ളത്? NH2R. ആറിൻ്റെ NH2 ഇതല്ല അമീൻ അല്ലേ? R ഗ്രൂപ്പും വന്നു, NH2 ഇതിങ്ങനെ ചിരിച്ചെഴുതിയാൽ മതി. അമീനായി അല്ലേ? R NH2. കണ്ട മക്കളെ നിങ്ങൾ വലിയൊരു റിയാക്ഷനാണ് കണ്ടോ. ഇത്രയും വലിയൊരു റിയാക്ഷനാണ് മക്കളെ. നമ്മൾ വെറും കോഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളൊരു കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സെറ്റാക്കി മക്കളെ. കോഡിൻ്റെ പരിശുദ്ധി നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ജസ്റ്റ് ചെയ്താൽ മതി. നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ആ മാർക്ക് നേടാൻ ഏത് വഴി ഞാൻ സ്വീകരിക്കും അതാലോചിച്ചാൽ മതി. കണ്ടോ ഇതാ താലിമൈഡ് ചേർക്കുന്നു അല്ലേ? താലിമൈഡ് ചേർക്കുന്നു അല്ലേ? താലിമൈഡ് ചേർക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? KOH ആദ്യം ചേർക്കുന്നു, പിന്നെ RX ചേർക്കുന്നു, പിന്നെ NaOH ചേർക്കുന്നു.
ഇതിങ്ങനെയാണ് വരുന്നത് കേട്ടോ. പിന്നെ ഇവിടെ സ്റ്റാർട്ടിങ് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഓരോന്നോരോന്ന് കണ്ടോ, ഇവിടെ എച്ചും OH പോയി കെ ഇവിടെ വന്നിരുന്നു കണ്ടോ. സൈനും നിങ്ങൾ ഇടണമെന്നില്ല. പിന്നെ എക്സും പിന്നെ അതുപോലെ തന്നെ കെയും പോയി KX പോയി ബാക്കി 6 അവിടെ വന്നിരുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്ത് സംഭവിക്കുന്നത്, ഈ ബോണ്ട് ഇങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മക്കളെ. എവിടെയാണ് പലർക്കും പ്രശ്നമാവുന്നത്, ഇവിടെ ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കേണ്ടത്, ഇതാ ഈ ബോണ്ട് പൊട്ടും, ഈ ബോണ്ട് പൊട്ടും. നെക്സ്റ്റ് എന്തൊക്കെ സംഭവിക്കുക, ON ഇങ്ങോട്ട് വരും. ഈ സീൻ്റെ അടുത്തേക്ക് ON വരും, ഈ സീൻ്റെ അടുത്തേക്കും ON വരും. 2H H2ൻ്റെ അടുത്തേക്കും വരും, Nൻ്റെ അടുത്തേക്കും വരും. അതാണ് സാധനം. ഇതാണ് പ്രൈമറി അമീൻ. സെറ്റാണ് മതി മക്കളെ, സെറ്റാക്കി കഴിഞ്ഞു. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ പോലും അറിയാതെ ഈ സാധനം നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേ, കമൻറ്റ് ചെയ്യും മക്കളെ. എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേ, കമൻറ്റ് ചെയ്യും. ഓക്കെ, ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ്. ഞാൻ ഗബ്രിയേലിനെ കാണുമ്പോൾ നമുക്ക് ആ കഥ ഓർമ്മ വരണം. കോച്ച് പിടിക്കുന്ന സ്ഥലത്ത് RX അണ്ടറിൽ നാച്ചോ, അവിടെ ചെന്നിട്ട് നാച്ചോ രേ NaOH. നെക്സ്റ്റ് ഓഫ്മാൻ റിയാക്ഷൻ മക്കളെ. ഓഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ, ഡിഗ്രഡേഷൻ റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞ റിയാക്ഷൻ. ഇതിലെന്താ നടക്കുന്നത്, ഇതിലൊരു ചെറിയ സംഭവം നടക്കുന്നത്. ആ സാധനങ്ങൾ ഓർത്ത് വെച്ചോ. എന്താ നടക്കുന്നത്, അമൈഡിനെ, നമ്മുടെ സ്വന്തം അമൈഡ് ഉണ്ട്. അമൈഡ് ഈ ചങ്ങായി 6ൻ്റെ ഒപ്പം NH2 വരുന്നതിന് പകരം അതിൻ്റെ നടുക്കൊരു CO കൂടി വന്നിട്ടുണ്ട്. അതാണ് അമൈഡ്. അമൈഡിനെ അമൈനാക്കി മാറ്റുക. എന്ത് ചെയ്താൽ മതി, ഈ CO എടുത്ത് കളഞ്ഞാൽ പോരെ, CO എടുത്ത് കളഞ്ഞ് ബാക്കിയുള്ളതൊരു ഇതാക്കി മാറ്റുന്നു. അതാ ചെയ്യുന്നത്. അതിന് ചേർക്കുന്നത് ഈ CO എടുത്ത് ഓഫാക്കി കളയുന്നു. അതിനെ ഓഫാക്കി കളയുന്നു, അതിനെ മായ്ച്ചു കളയുന്നു അല്ലേ, അതിനങ്ങോട്ട് മായ്ച്ചു കളയുന്നു, ഓഫാക്കി കളയുന്നു, മായ്ച്ചു കളയുന്നു. ഞാൻ മായ്ച്ചു കളഞ്ഞാൽ നോക്കിയേ, മായ്ച്ചു കളയുന്നു. ആ ചെങ്ങായിനെ ഓഫാക്കി കളയുന്നു. അപ്പോൾ സാധനം ഉണ്ടാവും. ഇതാണ് സാധനം. സെറ്റ് ഓഫാക്കി കളയുന്നു. ഓഫ് മാൻ. CO ഓഫാക്കി കളയുന്ന റിയാക്ഷൻ ഓഫ് മാൻ. CO ഓഫായി കളയുന്ന റിയാക്ഷൻ ഓഫ് മാൻ. എന്നാൽ അങ്ങനെയൊന്നും CO പോകില്ല കേട്ടോ മക്കളെ. CO അങ്ങനെയൊന്നും പോയില്ല. അപ്പം പറയണം, COനോട് നമ്മൾ പോയി പറയണം, എന്ത് ബ്രോ, എൻ്റെ ബ്രോ ഒന്ന് നീച്ചതാ ബ്രോ BR2 അല്ലെങ്കിൽ ബ്രോമൈഡിൽ തന്നെ ഉണ്ട് BR. നീച്ച് തരുമോ NaOH, NaOH നീച്ചതാ NaOH. നീച്ച് എണീക്കെന്നുള്ള അർത്ഥമല്ലേ, നീച്ച് NaOH. എന്ത് ചെയ്യുന്നു, അമീൻ ഉണ്ടാവുന്നു, പ്രൈമറി അമീൻ ഉണ്ടാവുന്നു. സെറ്റാണ് മക്കളെ എൻ്റെ പൊന്നുമക്കളെ. ദാ 6 റിയാക്ഷനും നമ്മൾ പക്കയാക്കി കഴിഞ്ഞിട്ടുണ്ട്. 6 റിയാക്ഷനും നമ്മൾ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇനി ഒരിക്കലും റിവൈസ് ചെയ്യേണ്ട രീതിയിലാക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഒരിക്കലും ഈ സാധനം റിവൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ വീഡിയോ വെച്ച് അങ്ങോട്ട് പഠിച്ച സാധനം സെറ്റാണ്. ഇവിടെ നിന്നൊക്കെ ചോദ്യം വരാനുള്ള ചാൻസ് കുറവാണ്. മോഡൽ എക്സാമിനൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ മക്കളെ, പഠിച്ചോ. ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. എല്ലാ കളികളും മാറ്റിവെക്കേ. ലൈഫിൽ ഫ്യൂച്ചറിന് വേണ്ടി പഠിക്കേ. നല്ലൊരു ഭാവി ഉണ്ടാകും. നല്ലൊരു മാർക്ക് ഷീറ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, നല്ലൊരു ഭാവി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനിയുള്ള മാസം നമുക്ക് വളരെ ക്രൂഷ്യലാണ്. നല്ലോണം ഇരുന്ന് പഠിക്കും. സെറ്റാക്ക്. നമ്മളെ കൊണ്ട് പറ്റും. എല്ലാവരും ഒരേ ബ്രെയിൻ കൊണ്ട് വരുന്നതാണ്. നമ്മൾ ട്രൈ ചെയ്തോ, നമുക്കുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. ഓക്കെ. പിന്നെ മക്കളെ, ഇനി നിങ്ങൾ +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം നീറ്റും കീമൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നീറ്റിൻ്റെയും കീമിൻ്റെയൊക്കെ ക്രാഷ് കോഴ്സ് നമ്മൾ എക്സാമിനർ ചാനൽ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എക്സാമിനറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രാഷ് കോഴ്സ് നടക്കുന്നുണ്ട് കീമിൻ്റെയും നീറ്റിൻ്റെയൊക്കെ. അപ്പോൾ കീമും നീറ്റൊക്കെ ഫോക്കസ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് അഡ്മിഷൻ എടുത്തോ. നമ്മളെല്ലാം സെറ്റാക്കി പക്കയാക്കിയല്ലോ. നോട്ടുകളും എല്ലാ കാര്യങ്ങളും മൊഡ്യൂൾ വൈസ് ആയിട്ടുള്ള നോട്ടുകളും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് എന്താണോ നീറ്റിനും കീമിനും ഒക്കെ വേണ്ടത് അതൊക്കെ ഇവിടെ അവൈലബിൾ ആയിരിക്കും. നിങ്ങളൊന്ന് ശ്രമിക്കാനുള്ള മനസ്സ് മാത്രം മതി. ബാക്കിയൊക്കെ ഇവിടെ കിട്ടും. നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഇവിടെ തരും. ഓക്കെ, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കാം കേട്ടോ. ഈ നമ്പറിലേക്ക് വിളിക്കാം. നമ്മുടെ അടിയിൽ നമ്പർ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കാം. സ്ക്രോളിങ്ങിൽ പോകുന്ന നമ്പർ അല്ലെങ്കിൽ ഈ നമ്പർ കേട്ടോ, രണ്ടും തന്നെ ആയിരിക്കും കേട്ടോ. ഈ നമ്പറിലേക്ക് വിളിക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ +2 യോധ ബാച്ച് ക്രാഷ് കോഴ്സ് ഉണ്ട്. നമ്മുടെ +2ൻ്റെ എല്ലാ ഷോർട്ട് നോട്ട് ലൈവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ലൈവാണ്. ഷോർട്ട് നോട്ട് ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും. ഇത് നിങ്ങൾക്ക് വെറും 999 കിട്ടും കേട്ടോ. വെറും 999 തന്നെയാണ് ഇതും കിട്ടുന്നത് കേട്ടോ. വെറും 999 ഇതും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു PYQ ഒക്കെ ചെയ്യണമെങ്കിൽ എല്ലാം ഉണ്ടാവും. PYQ സൊല്യൂഷനും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ആ എല്ലാ കാര്യങ്ങളും അവരുന്നത് വെറും 999 ആണ്.
പെട്ടെന്നുള്ള ഓഫറാണ്, പെട്ടെന്ന് എടുത്തോളൂ. എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങിക്കോളും. എല്ലാ ഇതിൻ്റെയും ഷോർട്ട് നോട്ട് ലൈവുകളും വർക്ക്ഷീറ്റുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എല്ലാം ഉണ്ടാവുമായിരിക്കും ഇതിൽ കേട്ടോ. വേണ്ടവർ പെട്ടെന്ന് തന്നെ വിളിക്കുക, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. ഓക്കെ മക്കളെ, ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ എന്ത് വരും? അടുത്ത 2 സെറ്റ് വീഡിയോസ് ഞാൻ വരും. എന്തിൻ്റെ? നെയിംഡ് റിയാക്ഷൻസ്. അതും കൂടി കഴിഞ്ഞാൽ നെയിംഡ് റിയാക്ഷൻ, എല്ലാ നെയിംഡ് റിയാക്ഷനും പക്കയായിരിക്കും. എന്തായാലും നെയിംഡ് റിയാക്ഷൻ 2 ക്വസ്റ്റ്യൻ ഉറപ്പാണ്, മിനിമം 2 ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ആ 2 ക്വസ്റ്റ്യൻ ഈ 3 വീഡിയോ കാണുമ്പോഴേക്കും നിങ്ങൾ സെറ്റാവും, സെറ്റാക്കി തരും. അതാണ് എൻ്റെ ഡ്യൂട്ടി. ഓക്കെ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ മക്കളെ നിങ്ങൾ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വലിയൊരു എന്ത് ചെയ്യുക, അതാണ് നിങ്ങളിൽ നിന്ന് കിട്ടുന്ന, ഞങ്ങൾക്ക് കിട്ടുന്നൊരു ബെനിഫിറ്റ്. വേറെ ഒന്നും നിങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ട, പക്ഷെ നിങ്ങളിൽ നിന്ന് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ലൈക്കും കമൻറ്റ്സും ഒക്കെയാണ്. ഓക്കെ, അത് സെറ്റാക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.